ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും സംസാരിക്കുമ്പോൾ തെറ്റിക്കുന്ന ഒരു ചെറിയ യൂസേജാണ്. ചെറിയ സെൻറ്റൻസുകൾ. നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മലയാള സെൻറ്റൻസ് അത് ഇംഗ്ലീഷിൽ എല്ലാവരും തെറ്റിക്കുന്നതായി കാണുന്നത് ഞാനടക്കം തെറ്റിച്ചിരുന്നു. പിന്നെ ശരിക്കും ഞാൻ ബിഗിനറായ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ആ ഭാഗത്ത് വരുത്തിയിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഇന്ന് കാണിക്കാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ദിവസം ചോദിക്കില്ലേ, ഇന്നെന്താണ് ദിവസം? എല്ലാവരും ചോദിക്കും വാട്ട് ഈസ് എ ഡേ ടുഡേ. ശരിക്കും അത് തെറ്റാണ്. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? ഇന്നെന്താണ് ദിവസം? വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? ഇന്നെന്താണ് ദിവസം? ഓക്കെ, അങ്ങനെയാണ് അത് ചോദിക്കേണ്ടത്. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ? അപ്പോൾ ഇന്നത്തെ തീയതി എന്താണ് ഇന്നത്തെ തീയതി? അപ്പോൾ വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുഡേ? വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുഡേ? ഇന്നെന്താണ് തീയതി എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, നാളെ എന്താണ് തീയതി, അല്ലെങ്കിൽ നാളെ എന്താണ് ദിവസം? അപ്പോൾ വാട്ട് ഡേ ഈസ് ഇറ്റ് ടുമോറോ? വാട്ട് ഡേ ഈസ് ഇറ്റ് ടുമോറോ? വാട്ട് ഡേ ഈസ് ഇറ്റ് ടുമോറോ? ഇത് തന്നെയാണ് തീയതി ചോദിക്കാൻ ഇതിനെ ഉപയോഗിക്കേണ്ടത്. വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുമോറോ? വാട്ട് ഡേറ്റ് ഈസ് ഇറ്റ് ടുമോറോ? നാളെ എന്താണ് തീയതി? അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ പറയും നാളെ എന്തായിരിക്കും ദിവസം. അത് എന്നുള്ളൊരാളാടെ വരില്ലേ, ഒരു വില്ലിൻ്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള. അതെങ്ങനെയാണ് ഉപയോഗിക്കുക? വാട്ട് ഡേ will it be tomorrow? What day will it be tomorrow? നാളെ എന്ത് ദിവസം ആയിരിക്കും? നാളെ എന്ത് ഡേറ്റ് ആയിരിക്കും എന്ന് ചോദിക്കില്ലേ, അത് ഇതുപോലെ തന്നെയാണ്. വാട്ട് ഡേറ്റ് വിൽ ഇറ്റ് ബി ടുമോറോ? നാളെ എന്ത് ഡേറ്റ് ആയിരിക്കും? ഓക്കെ, ഇനി നമ്മൾ മറ്റന്നാൾ എന്ത് ദിവസമായിരിക്കും, മറ്റന്നാൾ എന്ത് ദിവസമാണ് എന്നുള്ളത് ഇങ്ങനെയാണ് ചോദിക്കുക. വാട്ട് day is it the day after tomorrow? Okay, what day is it the day after tomorrow? മറ്റന്നാൾ എന്ത് ദിവസമാണ്? മറ്റന്നാൾ എന്ത് ദിവസം ആണെന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം, ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി നമുക്ക് മറ്റന്നാൾ എന്ത് ദിവസം ആയിരിക്കും എന്ന് ചോദിക്കില്ലേ, അതായത് ഫ്യൂച്ചറിലേക്കുള്ള. അപ്പം വാട്ട് ഡേ will it be the day after tomorrow? Okay, what day will it be the day after tomorrow? മറ്റന്നാൾ എന്ത് ദിവസമായിരിക്കും? ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇന്നലെ എന്ത് ദിവസമാണ്? അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഈ ഒരു സ്ട്രക്ചറിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി, ഈസിനെ വാസാക്കിയാൽ മതി. വാട്ട് ഡേ വാസ് ഇറ്റ് യെസ്റ്റർഡേ? ടുമോറോ എന്നുള്ളത് യെസ്റ്റർഡേ ആക്കുക, ടുമോറോ എന്നുള്ളത് യെസ്റ്റർഡേ ആക്കുക, ഈസുള്ളത് വാസാക്കുക. വാട്ട് ഡേ വാസ് ഇറ്റ് യെസ്റ്റർഡേ? ഇന്നലെ എന്ത് ദിവസം ആയിരുന്നു? പാസ്റ്റ് അല്ലേ, അപ്പോൾ ആയിരുന്നു എന്നാ ചോദിക്കാം. അപ്പോൾ ഡേറ്റോ, വാട്ട് ഡേറ്റ് വാസ് ഇറ്റ് യെസ്റ്റർഡേ? ഇന്നലെ ഏത് ഡേറ്റ് ആയിരുന്നു? അപ്പം നിങ്ങൾ ചോദിക്കും മെനഞ്ഞാന്ന് എന്ത് ദിവസമായിരുന്നു എന്ന്. ഇത് തന്നെ, വാട്ട് ഡേ വാസ് ഇറ്റ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? മെനഞ്ഞാന്ന് എന്ത് ദിവസമായിരുന്നു? മെനഞ്ഞാന്ന് ഏത് ഡേറ്റ് ആയിരുന്നു, ഏത് തീയതി ആയിരുന്നു? വാട്ട് ഡേറ്റ് വാസ് ഇറ്റ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ? ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ചെറുതായിട്ട് ഈ സെൻറ്റൻസിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധയോടിച്ചാൽ ഒരൊറ്റ സെൻറ്റൻസ് നമുക്ക് എല്ലാ സെൻറ്റൻസും ഡെവലപ്പ് ചെയ്തെടുക്കാം. ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും പ്രസൻറ്റിൽ പറയേണ്ടതും കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാതെ. അപ്പോൾ ഇനി തെറ്റിക്കരുത്. എല്ലാവരും ചെയ്യുന്നത്, ഞാനടക്കം ചെയ്തിരുന്നത്, when I was a beginner I would use these type sentences. What is today? What is today എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നത്. പിന്നെ അത് മനസ്സിലായത് അത് തെറ്റാണ്. What day is it today എന്നുള്ള ആ രീതിയിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം,
സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.